പരിപൂർണമായിട്ടും ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചത്. കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും ഐക്യത്തോടു കൂടി ഒരിക്കലുമില്ലാത്ത തരത്തിലുള്ള ഒരു കെട്ടുറപ്പോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു അടിസ്ഥാനം തന്നെ അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ച 10,000-കണക്കായ സാധാരണക്കാരായ ആളുകൾ, ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ, അവരൊക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി സഹായിച്ച ആളുകൾ. അവരെല്ലാം തന്നെ നന്ദിയോടുകൂടി ഈ സന്ദർഭത്തിൽ അനുസ്മരിച്ചാണ്. മുഖ്യമന്ത്രിയുടെ പോപ്പുലാരിറ്റി എത്ര കുറഞ്ഞു എന്നുള്ള കാര്യം ആ ധർമ്മടത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഈ വോട്ടിന്റെ കുറവിൽ മാത്രമല്ല. ആർക്കാണ് അറിയാത്തത്? ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം തന്നെ മുഖ്യമന്ത്രിക്ക് കേട്ട രോഷത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയേറെ ജനങ്ങൾ ഒറ്റപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് അത് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ഇന്ത്യ രാജ്യത്ത് തന്നെ കാണില്ല ഇത്രയും ഒരു ജനവിരുദ്ധനായ ഒരു മുഖ്യമന്ത്രി. ഏകാധിപത്യ പ്രവണതയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാലത്തും ഉണ്ടാകുക. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആ പാർട്ടിയിൽ ഒരാൾ പോലും ഇല്ലാതെ പോയ ദുഃഖമാണ് എല്ലാവർക്കും ഉള്ളത്. പ്രത്യേകിച്ചിട്ട് ഇടതുപക്ഷവാദികളായിട്ടുള്ള ആളുകളൊക്കെ അത് മനസ്സിലാക്കാറുണ്ട്. അതുകൊണ്ടാണ് അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ 2-3 നേതാക്കന്മാർ പുറത്തു വന്നത്. കുഞ്ഞികൃഷ്ണൻ, അതുപോലെ തന്നെ നമ്മുടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി മത്സരിച്ച ഗോവിന്ദൻ, പിന്നെ മിസ്റ്റർ സുധാകരൻ. ഇവരൊക്കെ തന്നെ ഇനി അടിമത്വം പേറിക്കൊണ്ട് നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ പുറത്തു വന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാ കാലത്തും സമവായത്തിൽ കൂടിയാണുള്ളത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അതിന്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ തന്നെ വിളിച്ചുകൊണ്ട്, അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ഓരോ ആളോട് ചോദിച്ച അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട്, അത് കഴിഞ്ഞ് കേരളത്തിലെ സമ്പന്നതരായ നേതാക്കന്മാരെയൊക്കെ തന്നെ വിശ്വാസത്തിലെടുത്ത് അത് അഭിപ്രായം തേടി ഘടകകക്ഷികളുമായിട്ട് ചർച്ച നടത്തിയ ശേഷമാണ് എല്ലാ കാലത്തും മുഖ്യമന്ത്രിയെ കണ്ടെത്താറുള്ളത്. ഈ തവണയും ആ പഴയ കീഴ്വഴക്കത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടൊരു നിലപാട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.